പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം യമൻകാരനായ മാലിക് ബിൻ ദീനാറിന്റെ സഹോദരിയെ വിവാഹം കഴിക്കുകയും അറേബ്യയിൽ തന്നെ കുറച്ചുകാലം വസിക്കുകയും ചെയ്തു. തന്റെ പുതിയ ബന്ധുക്കളോടൊപ്പം രാജാവ് യമനിലെ ഷഹർ മുഹല്ലയിൽ തിരിച്ചെത്തി. തന്റെ നാട്ടിൽ ഇസ്ലാമിന്റെ വെളിച്ചമെത്തിക്കാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് അദ്ദേഹം രോഗബാധിതനാവുകയും വൈകാതെ വഫാത്താവുകയും ചെയ്തു. യമൻ. പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ തീരങ്ങളുമായി വാണിജ്യ വിനിമയങ്ങൾ തുടർന്നു വന്നിരുന്ന ഒരു നാടായിരുന്നു. ഇന്നത്തെ ഒമാൻ അടക്കമുള്ള വളരെ വിശാലമായ ഭൂപ്രദേശമായിരുന്നു അക്കാലത്ത് യമൻ. ഹോർമുസ്, ഷഹർ മുഹല്ല, അങ്ങനെ ഒട്ടേറെ പുരാതന തുറമുഖ നഗരങ്ങൾ വഴിയാണ് ഇന്ത്യയിൽ നിന്നുള്ള വാണിജ്യ വിഭവങ്ങൾ അറേബ്യൻ നാടുകളിലേക്കും മഗ്രിബ് ദേശങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. സംസ്കാര സമ്പന്നവും പ്രകൃതിരമണീയവുമായ യമൻ ദേശത്ത് നിന്നാണ് പെരുമാൾ രാജാവിന്റെ പുതിയ ബന്ധുക്കൾ കൂടിയായ ഹബീബ് ബിൻ മാലിക്കും സംഘവും പ്രബോധന ഉദ്ദേശാർത്ഥം കേരളത്തിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആ സംഘം ഹിജ്റ 21 ധർമ്മപട്ടണത്തും കൊടുങ്ങല്ലൂരുമായി കപ്പലിറങ്ങി. ഹബീബ് ബിൻ മാലിക്കിന്റെ 3ാം തലമുറയിൽപ്പെട്ട പൗത്രൻ മുഹമ്മദ് ബിൻ മാലിക് തന്റെ കുടുംബരേഖകളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച് വിവരിക്കുന്ന ഏറെ പഴക്കമേറിയ ഒരു ആലേഖനത്തിന്റെ കയ്യെഴുത്തുപ്രതി കണ്ണൂരിലെ മാടായിപ്പള്ളിയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട്. സ്വർണത്തകിടിൽ എഴുതിച്ച് മുഹമ്മദ് ബിൻ മാലിക്കിന്റെ കുടുംബസ്വത്തായി സൂക്ഷിച്ചു വരുന്ന ആ ലേഖനം പിൽക്കാലത്ത് കടലാസിലേക്ക് പകർത്തുകയും മാടായി അടക്കമുള്ള പുരാതന മുസ്ലിം കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്തുവന്നു. അർ റിസാലത്തു ഫീ ളുഹൂരിൽ ഇസ്ലാം ഫീ ദിയാരി മലൈബാർ എന്ന പേരിൽ സുപ്രസിദ്ധമായ അൽ ഖവാകിബു ദുർരിയ ഹാഷിയത്തുൻ അലാ ഖസീദത്തുൽ വിത്രിയ എന്ന ഗ്രന്ഥത്തിലും ഇത് വിശദീകരിക്കുന്നു. മുഹമ്മദ് ബിൻ മാലിക്കിന്റെ ലിഖിതമനുസരിച്ച് ആദ്യത്തെ മുസ്ലിം സംഘം കേരളത്തിൽ നിർമ്മിച്ച മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ്. ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദാണ് ഇത്. എന്നാൽ ഹബീബ് ബിൻ മാലിക്കിന്റെ സംഘം ഇവിടെ ആദ്യമായി നിർമ്മിച്ച പള്ളി കൊടുങ്ങല്ലൂർ തുറമുഖ പട്ടണത്തായിരുന്നുവെന്നും കാലാന്തരേണ പ്രളയത്തിലും പ്രകൃതി ദുരന്തങ്ങളിലുമെല്ലാം പെട്ട് ആ പള്ളി നാമാവശേഷമായി എന്നും ചില ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നു. മാലിക് ബിൻ ഹബീബിന്റെയും ഉമ്മു ഉമരിയത്തിന്റെയും അന്ത്യവിശ്രമ സ്ഥാനങ്ങൾ. നാടും വീടും വിട്ട് കൂട്ടുകുടുംബാദികളോടൊപ്പം
ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി എത്തിയ അവർ ഈ ജനതയോടൊപ്പം ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഹബീബ് ബിനു മാലിക്കിന്റെ മകനും ഹുമരിയത്തിന്റെ ഭർത്താവുമായ മാലിക് ബിനു ഹബീബിനെയാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി പള്ളികൾ നിർമ്മിക്കാനും ഇസ്ലാമിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ചുമതലപ്പെടുത്തിയത്. വടക്കൻ കേരളത്തിൽ ഈ സംഘം ആദ്യമായി നിർമ്മിച്ച പള്ളി മാടായിയിലാണ്. പുരാതന കാലം മുതൽ തന്നെ ഉൾനാടൻ വാണിജ്യ വിഭവങ്ങൾ ശേഖരിക്കാൻ കണ്ണൂരിലെ പഴയങ്ങാടിയിലെ മാടായിയിൽ അറബി വർത്തക സംഘങ്ങൾ എത്തുമായിരുന്നു. ഉൾനാടൻ വിഭവങ്ങൾ തേടി പുഴമാർഗം അറബികൾ ഗ്രാമീണ ജനതതികളുമായി സമ്പർക്കങ്ങൾ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴയങ്ങാടി പുഴയുടെ തീരത്ത് മാടായി എന്ന പേരിൽ ഒരു വാണിജ്യ വിനിമയ കേന്ദ്രം ഉയർന്നു വന്നത്. ഇവിടെ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന അറബി കച്ചവടക്കാർക്കു വേണ്ടി ആദ്യകാലത്തു തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിരുന്നേക്കാം. ഈ പള്ളിയുടെ പുനരുദ്ധാരണവും വിപുലീകരണവുമായിരിക്കാം മാലിക് ബിനു ഹബീബും സംഘവും നിർവഹിച്ചത്. മാടായി പള്ളി ഹിജ്റ 5 തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന അവകാശവാദം അവഗണിക്കാനാവില്ല. എന്നാൽ മാലിക് ബിനു ഹബീബ് മാടായി പള്ളി വിപുലീകരിച്ചത് ഹിജ്റ 21 ദുൽഹജ്ജ് മാസം വലിയ പെരുന്നാൾ ദിവസമായിരുന്നു എന്നാണ് പുരാതന ലിഖിതം സാക്ഷ്യപ്പെടുത്തുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു മാലിക്കാണ് ഇവിടെ ഖാദിയായി നിയമിക്കപ്പെട്ടത്. ഇദ്ദേഹം മാലിക് ബിനു ഹബീബിന്റെ പുത്രനായിരുന്നു. മാടായിയിലെ തുറമുഖാധിപതിയായിരുന്ന അഫീഫുദ്ദീൻ ബിനു മജീദുദ്ദീൻ അൽ കിർമാനിയുടെ മകളെ മാലിക് ബിനു ദീനാറിന്റെ മകനായ അബ്ദുറഹ്മാനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നും ഈ രേഖ വിശദീകരിക്കുന്നു.